ഞാൻ പറഞ്ഞു ഒരു ലാമ്പ് ഇൻകാൻഡസൽ ലാമ്പിനകത്ത് ഏത് എനർജിയാ കൊടുത്തേ? ഇലക്ട്രിക്കൽ എനർജി. അത് ഏതായിട്ടാ മാറിയേ? ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നു. ഓക്കെ ആണോ? ശരി, അങ്ങനെയാണെങ്കിൽ അടുത്ത ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻകാൻഡസൽ ലാമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഒരു 4-5 വർഷം മുമ്പ് നമ്മൾ കടയിൽ പോയി 10 രൂപ അല്ലെങ്കിൽ 20 രൂപ കൊടുത്ത് നമ്മളൊരു ബൾബ് വാങ്ങിക്കത്തില്ലയോ? ഈ മോഡൽ ബൾബ്. അതിനെ പറയുന്ന പേരാണ് ഇൻകാൻഡസൽ ലാമ്പ്. അതിന്റെ മറ്റൊരു പേരാണ് ഫിലമെന്റ് ലാമ്പ് എന്ന് പറയും. ഓക്കെ ആണോ? ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും i+ ട്രെയിനിങ് സൊല്യൂഷന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം KSEB മസ്തൂറിന്റെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എല്ലാം ആയിരിക്കുകയാണ്, ഏകദേശം തീരാറായി. അപ്പം അവസാനത്തേക്ക് നോക്കി നിൽക്കാതെ ആദ്യം തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മളുടേതായ രീതിയിൽ പോകാം, നമുക്ക് പഠിച്ച് നമുക്ക് പോകാം. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, ഞാനും നിങ്ങളുടെ കൂടെ കാണുമായിരിക്കും. നമുക്ക് തുടങ്ങാം. ശരി, അടുത്താണ് പറയുന്നത് ടൈപ്സ് ഓഫ് ലാംപ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ KSEB മസ്തൂറിന്റെ സിലബസിനകത്ത് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു പോർഷൻ ആണ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ഇലൂമിനേഷനെ കുറിച്ച് ആണല്ലോ. ആ ഇലൂമിനേഷനുമായി ബന്ധപ്പെട്ട് ഏകദേശം 10 മാർക്കാണ് ക്വസ്റ്റ്യൻ തോന്നുന്നത്. അപ്പൊ നമ്മൾ അവിടെ തുടങ്ങുകയാണ്, ശ്രദ്ധിച്ചിരിക്കണം. ഇലൂമിനേഷൻ, അതിനകത്ത് വരുന്നൊരു ഭാഗമാണ് ടൈപ്സ് ഓഫ് ലാംപ്സ്. അതിനു മുന്നേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ലാംപ്സ് അവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ. ലാമ്പ് എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം ചെയ്ത് വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ബൾബ് എടുത്തല്ലോ. ആ ബൾബിനകത്ത് നടക്കുന്ന എനർജി കൺവെർഷൻ ഏതാന്ന് ചോദിച്ചാൽ അപ്പോഴേ നിങ്ങൾ പറയണം, നമ്മൾ അതിനകത്ത് കൊടുക്കുന്ന ഏത് എനർജിയാ? ഇലക്ട്രിക്കൽ എനർജിയാ. അത് ഏത് എനർജി ആയിട്ടാണ് മാറുന്നത്? ലൈറ്റ് എനർജി. ഏതായിട്ടാണ് മാറുന്നേ? ലൈറ്റ്. സെറ്റ് ആണല്ലോ. പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ, ശ്രദ്ധിച്ചിരിക്കണം. അവിടെ ഒരു ചോദ്യം വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ടൈപ്സ് ഓഫ് ലാംപ്സ്, ആദ്യം ഞാനൊരു ഇൻട്രൊഡക്ഷൻ തരാം. ഇത്രയും ലാംപ്സിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണോ? ശരി, അപ്പൊ ടൈപ്സ് ഓഫ് ലാംപ്സ് ഏതൊക്കെയാണ്? ലാംപ്സിനെ പലതായി തിരിക്കാം. ഇപ്പൊ നമ്മുടെ വീട് എടുക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ലാംപ്സ് ഉണ്ട് ആണോ? വെളിയിലൊക്കെ വെട്ടം വേണമെങ്കിൽ നമ്മൾ വലിയ രീതിയിൽ വെട്ടമുള്ള വേണ്ട സാഹചര്യത്തിൽ നമ്മൾ ഹാലജൻ ലാമ്പ് ഉപയോഗിക്കും ആണോ? വീട്ടിൽ ചിലപ്പോൾ ഇൻകാൻഡസൽ ലാമ്പ് ഉപയോഗിക്കും, ഫ്ലൂറസൻ ലാമ്പ് ഉപയോഗിക്കും. പഴയ കാലത്തിൽ CFL കോമ്പാക്ട് ഫ്ലൂറസൻ ലാമ്പ് ഉപയോഗിച്ചായിരുന്നു. ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആശ്രയിക്കുന്ന LED എന്താ? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. എന്താ കാരണം? മറ്റുള്ള ബൾബുകളെ അപേക്ഷിച്ച് ഇതിനകത്ത് എനർജിയുടെ അളവ്, ഉപയോഗിക്കുന്ന കറണ്ടിന്റെ അളവ് എന്താ? കുറവാണ്. എന്തോ ആയിക്കോട്ടെ, നമ്മൾ പഠിക്കാൻ പോവുകയാണ് ലാംപ്സ്. ആദ്യം ഞാൻ പറയുന്നു ഇൻകാൻഡസൽ ലാമ്പ് എന്ന് പറയും. ഇൻകാൻഡസൽ ലാമ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും, സാറേ ആ ഇൻകാൻഡസൽ ലാമ്പ് എന്താണെന്ന്. അപ്പൊ ഒരുപക്ഷെ ചിലർ അതിനെ വിളിക്കുന്ന പേര് ഫിലമെന്റ് ലാമ്പ് എന്നായിരിക്കും. എന്തോ ആയിക്കോട്ടെ, അപ്പുറത്ത് പടമുണ്ട്, നമുക്ക് മനസ്സിലാക്കാം. ശരി, അപ്പൊ ലാംപ്സിനെ പലതായി തിരിക്കാം. ഒന്നാമതാണ് പറയുന്നത് ഇൻകാൻഡസൽ ലാമ്പ് ആണല്ലോ. രണ്ടാമതാണ് പറയുന്നത് ഗ്യാസ് ഡിസ്ചാർജ് ലാമ്പ്. അടുത്തൊരു തരമാണ് നിയോൺ സൈഡ് ലാമ്പ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവത്തില്ല. നമ്മുടെ ഈ ഹോട്ടലുകളുടെയൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ പേരെഴുതാൻ വേണ്ടി പലതരം കളറിലോട് കൂടിയ ലൈറ്റ് ഇല്ലയോ, അതാണ് നിയോൺ ലാമ്പ് എന്ന് പറയും. അടുത്ത കാർബൺ ആർക്ക് ലാമ്പ്, അതർ ലാമ്പ്. ഇൻകാൻഡസൽ ലാമ്പിനെ രണ്ടായി തിരിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ എന്ത് ഈ പറയുന്നേ മോനെ, എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞിട്ട് ഓരോന്നും നമ്മൾ എടുത്ത് പഠിക്കാൻ പോവാ ആണോ? ഇൻകാൻഡസൽ ലാമ്പിനെ രണ്ടായി തിരിക്കാം. കാർബൺ ഫിലമെന്റ് ലാമ്പ് എന്നും മെറ്റാലിക് ഫിലമെന്റ് ലാമ്പ് എന്നും. മെറ്റാലിക് ഫിലമെന്റ് ലാമ്പിനെ വാക്യൂം ടൈപ്പ് ആൻഡ് ഗ്യാസ് ഫിൽഡ് ലാമ്പ് എന്നും തിരിക്കാം. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ലാമ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത് പറയുന്നത് ഏതാന്ന് വെച്ചാൽ ഇൻകാൻഡസൽ ലാമ്പിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു ഒരു ലാമ്പ് ഇൻകാൻഡസൽ ലാമ്പിനകത്ത് ഏത് എനർജിയാ കൊടുത്തേ? ഇലക്ട്രിക്കൽ എനർജി. അത് ഏതായിട്ടാ മാറിയേ? ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നു. ഓക്കെ ആണോ? ശരി, അങ്ങനെയാണെങ്കിൽ അടുത്ത ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻകാൻഡസൽ ലാമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഒരു 4-5 വർഷം മുമ്പ് നമ്മൾ കടയിൽ പോയി 10 രൂപ അല്ലെങ്കിൽ 20 രൂപ കൊടുത്ത് നമ്മളൊരു ബൾബ് വാങ്ങിക്കത്തില്ലയോ? ഈ മോഡൽ ബൾബ്. അതിനെ പറയുന്ന പേരാണ് ഇൻകാൻഡസൽ ലാമ്പ്. അതിന്റെ മറ്റൊരു പേരാണ് ഫിലമെന്റ് ലാമ്പ് എന്ന് പറയും. ഓക്കെ ആണോ? ശരി, അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. A lamp that generate light or heat both when a electric current is passed through it. ഒന്നാമത്തെ പോയിന്റ്, ഒരു ഇൻകാൻഡസൽ ലാമ്പ് എടുത്താൽ അതിനകത്ത് ഞാൻ എന്താ കൊടുത്തേ? ഇലക്ട്രിക്കൽ എനർജി. അത് എന്തായിട്ടാ മാറുന്നത്? ലൈറ്റ് എനർജി ആണല്ലോ. പക്ഷെ നമ്മുടെ ആ ഒരു ബൾബ്, നമ്മൾ ഒരു 10 രൂപ 20 രൂപ കൊടുക്കുന്ന ആ ഇൻകാൻഡസൽ ലാമ്പ് ഉണ്ടല്ലോ, അതിനൊരു പ്രത്യേകത ഉണ്ട്. അതിനകത്ത് ചൂടും ഉണ്ടാകത്തില്ലയോ? അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഈ ലാമ്പ് അതൊരു ലാമ്പാണ്. ജനറേറ്റ് ലൈറ്റ് ഓർ ഹീറ്റ്. അതിനകത്ത് ലൈറ്റും ഉണ്ടാകുന്നുണ്ട്, കൂടാതെ എന്തും ഉണ്ടാകുന്നുണ്ട്? ഹീറ്റും എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? ആൻഡ് 2 types of incandescent lamp. ഇൻകാൻഡസൽ ലാമ്പിലെ എത്രയായിട്ട് തിരിക്കാമെന്നാ പറഞ്ഞിരിക്കുന്നത്? രണ്ടായിട്ട് തിരിക്കാം. എത്രയായിട്ട് തിരിക്കാം? 2. ഓക്കെ ആണോ? ഒന്നാമത് ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും കാർബൺ ഫിലമെന്റ് ലാമ്പ് എന്നും തിരിക്കാം.
രണ്ടാമത് മെറ്റാലിക് ഫിലമെന്റ് ലാമ്പ് എന്നും. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മൾ എന്താ കണ്ടുപിടിച്ചേ? അതിന് മുമ്പ് ഒരു കാര്യം, ബൾബ് കണ്ടുപിടിച്ച വ്യക്തി ആരാ? തോമസ് ആൽവ എഡിസൺ ആണല്ലോ. അപ്പൊ തോമസ് ആൽവ എഡിസൺ കണ്ടുപിടിച്ച ബൾബിനുണ്ടായ മാറ്റങ്ങളാണ് പഠിക്കുന്നത്. അന്ന് കണ്ടുപിടിച്ച ബൾബിൽ നിന്ന് പലതരം മാറ്റങ്ങളാണ് വന്നിട്ടുണ്ട്. പല രീതിയില്, പല സൈസില്, പല വെട്ടത്തില് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ എന്നോ? അപ്പൊ ഒന്നും കൂടെ പറയാ, നമ്മൾ ആദ്യം പഠിക്കുന്ന ഏതാ? ഇൻകാൻഡസെന്റ് ലാമ്പിനെ കുറിച്ചാ. ഇൻകാൻഡസെന്റ് ലാമ്പിനെ എത്ര എടുത്തിരിക്കാം? രണ്ടായിട്ട് തിരിക്കാം. ഒന്നാമത് ഏതാ? കാർബൺ ഫിലമെന്റ് ലാമ്പ്. രണ്ടാമത് ഏതാ? മെറ്റാലിക് ഫിലമെന്റ് ലാമ്പ്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, കാർബൺ ഫിലമെന്റ് ലാമ്പ്. ശ്രദ്ധിച്ചിരിക്കണം. ഈ തോമസ് ആൽവ എഡിസൺ ആ ബൾബ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞില്ല, ആണോ? ആ ബൾബ് കണ്ടുപിടിച്ച കാലയളവിലുള്ള ലാമ്പാണ് ഏതാ? കാർബൺ ഫിലമെന്റ് ലാമ്പ് എന്ന് പറയാം. ഞാൻ ഏകദേശം ഒരു ഐഡിയ തരാം. അതാണ്ട് ഇതൊരു ഇൻകാൻഡസെന്റ് ലാമ്പാന്ന് വിചാരിക്കുക. ഓക്കെ ആണോ? ആ ഇൻകാൻഡസെന്റ് ലാമ്പിനകത്ത് ഇങ്ങനെ ഒരു ഫിലമെന്റ് ഉണ്ട്. ഇതിനെ പറയുന്ന പേര് കാർബൺ ഫിലമെന്റ്. ഏതാ പറയുന്നേ? കാർബൺ. അപ്പോ ഇത് ഇൻകാൻഡസെന്റ് ലാമ്പിനകത്ത് ദാണ്ട് ഈ ഒരു ഫിലമെന്റ്, ഈ ഒരു തിളങ്ങുന്ന വൈദ്യുതി കൊടുക്കുമ്പോൾ ഹീറ്റായി പ്രകാശം പുറപ്പെടുവിക്കുന്ന ആ ഒരു ഫിലമെന്റ് കാർബൺ ആണ് ഉപയോഗിച്ചെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കാർബൺ ഫിലമെന്റ് ലാമ്പ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒന്നും കൂടെ പറയാം. നമ്മളിപ്പം പറഞ്ഞ ഏതാ? ഇൻകാൻഡസെന്റ് ലാമ്പാ പറഞ്ഞത്. ഇൻകാൻഡസെന്റ് ലാമ്പ് എത്ര തരം ഉണ്ട്? രണ്ടുണ്ട്. ഒന്നേതാ? കാർബണും ഉണ്ട്, പിന്നെ ഏതാ? മെറ്റാലിക് ഫിലമെന്റും ഉണ്ട്. ആണോ? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഫിലമെന്റ് കണ്ടല്ലോ മോനെ, ഈ ഫിലമെന്റ് കാർബൺ വെച്ച് ആ ഫിലമെന്റ് ഉണ്ടാക്കി അതിനെ പറയുന്ന പേരെന്താ? കാർബൺ ആണല്ലോ. ശരി, അപ്പൊ നിങ്ങൾക്ക് സാറേ ഈ ഫിലമെന്റ് എന്താ? നമ്മൾ കൊടുക്കുന്ന കറണ്ട് നേരെ ഈ ഫിലമെന്റിൽ കൂടി പോകുമ്പോൾ ആ ഫിലമെന്റ് നല്ലോണം ചൂടാവുകയും ആ ലൈറ്റ് പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. ആണോ? അതാണ് ഫിലമെന്റിന്റെ കാര്യം പറഞ്ഞേക്കുന്നത്. ഓക്കേണോ? ശരി, ആദ്യം നമ്മൾ പറഞ്ഞ കാർബൺ. A carbon filament is put in the vacuum glass tube. അവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ കാർബൺ ഫിലമെന്റ് ലാമ്പിനകത്ത് ഉപയോഗിക്കുന്ന ഫിലമെന്റ് ഏതാ? കാർബൺ ആണ്. ഏതാ ഉപയോഗിക്കുന്നേ? കാർബൺ. അപ്പൊ ഞാൻ പറഞ്ഞൊരു ബൾബുണ്ട്, ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഫിലമെന്റ് ഏതാന്ന് ചോദിച്ചാൽ ഏതാ? കാർബൺ. ആ ഫിലമെന്റ് ഏതാ? കാർബൺ. അടുത്തത് പറഞ്ഞേക്കുന്നത് വാക്യൂം ഗ്ലാസ് ട്യൂബ് ആണല്ലോ. വാക്യൂം എന്ന് വെച്ചാൽ എന്താ? വാക്യൂം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇതിനകത്ത് ഈ ഫിലമെന്റ് ഒന്നും പറഞ്ഞില്ലയോ? ഈ ഗ്ലാസിനകത്തുള്ള എയറിനെ എല്ലാം വെളിയിൽ കളയുന്ന ആ അവസ്ഥയെ പറയുന്ന പേരാണ് വാക്യൂം ആണല്ലോ. ഒറ്റവാക്കി പറഞ്ഞാൽ ഒരു കാർബൺ ഫിലമെന്റ് ലാമ്പിനകത്ത് ഒരു ഫിലമെന്റ് ഉണ്ട്, അത് കാർബൺ ആണ്. അതിനകത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞ വാക്യൂം. പറമനെ വാക്യൂം. വാക്യൂം എന്ന് വെച്ചാൽ എന്താ? അതിനകത്തുള്ള എയറിനെ എല്ലാം വെളിയിൽ കളയുന്ന അവസ്ഥയെ പറയുന്ന പേരെന്താ? വാക്യൂം. സെറ്റ് ആണേ. അടുത്തത് എ ഗ്ലാസ് സ്റ്റീം ആൻഡ് മെറ്റൽ വയർ. വളരെ ഇമ്പോർട്ടന്റ്. എ ഗ്ലാസ് സ്റ്റെം ആൻഡ് മെറ്റൽ വയർ ഈസ് യൂസ്ഡ് ടു സപ്പോർട്ട് ദ ഫിലമെന്റ്. ഞാൻ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ തുണി കഴുകി, ഞങ്ങളുടെ നാട്ടിലെ ആയാന്നാ പറയുന്നത്, ആണോ? നമ്മൾ തുണി കഴുകി ഇങ്ങനെ ഒരു കയറിനകത്ത് ഇങ്ങനെ തുണി ഇങ്ങനെ കെട്ടിയിടത്തില്ലയോ? തുണി ഇങ്ങനെ വിരിച്ചിടത്തില്ലയോ? ആ കയറി കെട്ടാൻ ആ രണ്ട് സപ്പോർട്ടിന് വേണ്ടി രണ്ട് അഗ്രം കാണും, അല്ലെ രണ്ട് കമ്പ് കുഴിച്ചിടത്തില്ലയോ? ആണോ? ഈ വള്ളിയെ ആ പിടിച്ചു കെട്ടാൻ വേണ്ടി നമ്മൾ രണ്ട് കമ്പിന്റെ സഹായം തേടത്തില്ലയോ? അതിന്റെ കൂട്ട് ദാണ്ട് ഈ ഫിലമെന്റിനെ താങ്ങി നിർത്താൻ, ഏത് ഫിലമെന്റാ? കാർബൺ ഫിലമെന്റിനെ താങ്ങി നിർത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗങ്ങളാണ് ഗ്യാസ് സ്റ്റെം ആൻഡ് മെറ്റൽ വയർ. ഇപ്പൊ തന്നെ 2-3 പോയിന്റ് ആയേ. ശ്രദ്ധിച്ചിരിക്കണം. കാർബൺ ഫിലമെന്റ് ആണെന്നേ പറഞ്ഞതാ. ആരാ ഫിലമെന്റ് ലാമ്പ് കണ്ടുപിടിച്ചേ? തോമസ് ആൽവ എഡിസൺ പറഞ്ഞേ. ആദ്യം ഉപയോഗിച്ച ഫിലമെന്റ് ഏതാ? കാർബൺ ആണ് ഉപയോഗിച്ചത്. ആ കാർബൺ ഫിലമെന്റിനെ താങ്ങി നിർത്താൻ നമ്മൾ ആരെയൊക്കെ ഉപയോഗിക്കുന്നത്? ഗ്ലാസ് സ്റ്റെം ആൻഡ് മെറ്റൽ വയർ. ഗ്ലാസ് സ്റ്റെം ആൻഡ് മെറ്റൽ വയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതാ വർക്കിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. ശ്രദ്ധിച്ചേ. ഇൻ ദിസ് ലാമ്പ് when an electric current is passed through the carbon filament, then it get heated due to high resistance and generate heat. നല്ല വ്യക്തമായിട്ട് വിശദീകരിച്ച് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞത് ഏതാ ലാമ്പ് എന്ന് പറഞ്ഞതാ? കാർബൺ ഫിലമെന്റ് ലാമ്പ്. ഇതിനകത്ത് ആരാ ഉള്ളത്? കാർബൺ എന്ന് പറയുന്ന ഫിലമെന്റ് ഉണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യാൻ രണ്ട് ഇതുണ്ട്. ഏതാ? ഗ്ലാസ് സ്റ്റെം ആൻഡ് മെറ്റൽ വയർ ഉണ്ട്. ഇതിൽ കൂടെ എന്താ കടന്നു പോകുന്നേ? കറണ്ട്. അതാ ദിസ് ലാമ്പ് ഇലക്ട്രിക് കറന്റ് ഈസ് പാസ്. അതിൽ കൂടി ഇലക്ട്രിക് കറണ്ട് കടന്നുപോയി. അതിന്റെ ഫലമായിട്ട് ഈ കാർബൺ എന്ത് ചെയ്യും? ചുട്ടുപഴുക്കും. മോനെ എന്ത് ചെയ്യും? ചുട്ടുപഴുക്കും. ചുട്ടുപഴുക്കുന്നതിന്റെ ഫലമായിട്ടാണ് അവിടെ എന്തുണ്ടാവുന്നത്? ആൻഡ് filament and get it is heated due to high resistance and start generating heat. ഇത് ചുട്ടുപഴുക്കുന്നതിന്റെ ഫലമായിട്ട് അതിനകത്ത് എന്തും പുറപ്പെടുവിക്കുന്ന പറഞ്ഞ ലൈറ്റ്. ലൈറ്റ്. ഓക്കെ ആണോ? ശരി, അങ്ങനെ ആ ഒരു പോർഷൻ കഴിഞ്ഞു. ഇനി അടുത്ത സ്ലൈഡ് നമുക്ക് നോക്കാം. നോക്കി.
The brightness of this lamp is very less and light has red and yellow hues. ആണല്ലോ. അടുത്ത പറഞ്ഞിരിക്കുന്നത് ഒരു കാർബൺ ആർക്ക് ലാമ്പിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആ കാർബൺ ലാമ്പിനകത്ത് ഉണ്ടാകുന്ന ലൈറ്റിന്റെ പ്രകാശം എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? ലൈറ്റ് ഹാസ് റെഡ് ആൻഡ് യെല്ലോ. റെഡും യെല്ലോയും ചുവപ്പും മഞ്ഞയും കൂടെ ചേർന്ന നിറമാണ് ഏത് കാർബൺ ലാമ്പിനകത്ത് ഉണ്ടാകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വൈൽ ദ മാക്സിമം ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് ദ ലാമ്പ് ഈസ് 2000 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെ അടുത്ത ചോദ്യം, കാർബൺ ഫിലമെന്റ് ലാമ്പിനകത്ത് ഉണ്ടാകുന്ന മാക്സിമം ടെമ്പറേച്ചർ എത്ര? 2000 ഡിഗ്രി സെൽഷ്യസ്. ബിക്കോസ് അറ്റ് ദ ടെമ്പറേച്ചർ ഹയർ ദാൻ ദിസ് കാർബൺ സ്റ്റാർട്ട് വേപ്പറൈസ്. വളരെ ഇമ്പോർട്ടന്റ്. ഞാൻ പറഞ്ഞു ഇതൊരു ലാമ്പല്യ മോനെ, ശ്രദ്ധിച്ചിരിക്കണം. പറഞ്ഞു വിശദീകരിച്ച് വ്യക്തമാക്കി പോവുകയാണ്. ഇതിനകത്തൊരു ഫിലമെന്റ് ഉണ്ട്. ഇതിനെ പറയുന്ന പേരെന്താ? കാർബൺ ഫിലമെന്റ്. ഇത് ചുട്ടുപഴുക്കും. ഇത് ചുട്ടുപഴുക്കുന്നതിന്റെ പ്രധാന കാരണം എന്താ? ഇതിന്റെ റെസിസ്റ്റൻസ് എങ്ങനെയാ? ഹൈ ആണ്. ഇതിനകത്തുണ്ടാകുന്ന നിറം എങ്ങനെയാന്ന് വെച്ചേതാ? റെഡ് ആൻഡ് യെല്ലോ നിറഞ്ഞ കളറാണ്. ആണോ? ഈ കാർബണിന്റെ പ്രത്യേകത അത് എത്ര ഡിഗ്രി സെൽഷ്യസിലാ? 2000 ഡിഗ്രി സെൽഷ്യസിലാണ് ചുട്ടുപഴുക്കുന്നത്. അതിന്റെ അപ്പുറമായി കഴിഞ്ഞാൽ ഇതൊരു കാര്യം ചെയ്യും, പറഞ്ഞ് ശ്രദ്ധിച്ചിരിക്കണേ, വളരെ ഇമ്പോർട്ടന്റ്. ഈ 2000 ഡിഗ്രി സെൽഷ്യസിന്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ഈ വേപ്പറൈസ് അല്ലെങ്കിൽ ഇത് ചെറുതായിട്ട് പൊടിയാൻ തുടങ്ങും. ഈ പൊടിഞ്ഞ് സ്വാഭാവികമായിട്ട് ഇത് പൊടിഞ്ഞ് നശിച്ചു പോകത്തില്ലയോ? ഇതിന്റെ കാലക്രമം കുറയത്തില്ലയോ? 5 വർഷം എന്നുള്ള 4 മാറത്തില്ലയോ? ആണോ? അതാണ് ഇനി അവർ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. വൈൽ ദ മാക്സിമം ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് ദ ലാമ്പ്. ഇതിന് പരമാവധി ഉപയോഗിക്കുന്ന എത്ര ഡിഗ്രി സെൽഷ്യസ് വരെ പറ്റൂ? 2000 ഡിഗ്രി സെൽഷ്യസ് വരെ പറ്റൂ. ആ 2000 ഡിഗ്രി സെൽഷ്യസിന്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഹയർ ദാൻ ഇറ്റ്സ് കാർബൺ സ്റ്റാർട്ട് വേപ്പറൈസ്. വേപ്പറൈസ് എന്ന് വെച്ചാൽ എന്താ? പൊടിയാൻ തുടങ്ങുന്നു. ആണല്ലോ. ശരി. These create black spot. ആണോ? അടിപൊളി ചോദ്യം. വാട്ട് ഈസ് ബ്ലാക്ക് സ്പോട്ട്? എന്താ ബ്ലാക്ക് സ്പോട്ട്? ഒരു കാർബൺ ഫിലമെന്റ് ലാമ്പിനകത്ത് അനുവദനീയമായ ടെമ്പറേച്ചർ 2000 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ 2000 ഡിഗ്രി സെൽഷ്യസിന്റെ അപ്പുറം പോവുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും? പൊടിയാൻ തുടങ്ങും, വേപ്പറൈസ് ചെയ്യും. ആണോ? അല്ലെങ്കിൽ അടുത്ത ചോദ്യം ചോദിക്കും, ഈ മറ്റേ ബ്ലാക്ക് സ്പോട്ട് ഉണ്ടാകുന്ന ഏത് ലാമ്പ് എന്ന് ചോദിക്കും. ഓപ്ഷൻ തരും. ഇൻകാനസ് ലാമ്പ്, CFL ലാമ്പ്, ഹാലജൻ ലാമ്പ്. അപ്പൊ സ്വാഭാവികമായിട്ടും ബ്ലാക്ക് സ്പോട്ട് എന്ന് വെച്ചാൽ എന്താ? ആ കാർബൺ ഫിലമെന്റ് പൊടിയുന്നില്ലയോ? കാർബൺ ഫിലമെന്റ് പൊടിയുമ്പോൾ മഹേഷ് സാർ പറഞ്ഞത് ഏതാ? കാർബൺ ഫിലമെന്റ് ലാമ്പിന്റെ കാര്യം പറഞ്ഞു. ആണല്ലോ. ശരി. സ്റ്റോപ്പ് ഓക്സിഡേഷൻ ദ ലാമ്പ്, ദ ബൾബ് ഈസ് മെയ്ഡ് വാക്വം. ആണോ? ഇതേപോലെ അത് നശിച്ചു പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ അത് എന്ത് ചെയ്യുന്നത്? അതിനകത്തുള്ള എയറിനെ വെളിയിൽ കളയുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? ശരി. അതിനുശേഷം നമ്മൾ പറഞ്ഞ യൂസസ്. ഈ കാർബൺ ഫിലമെന്റ് ലാമ്പ് എവിടെ ഉപയോഗിക്കുന്നതാ പറയുന്നത്? ഡ്യൂ ടു ലോ ഇന്റൻസിറ്റി ഓഫ് ബ്രൈറ്റ്നസ് ദിസ് ലാമ്പ് കാനോട്ട് ബി യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ സിസ്റ്റം. ഞാൻ പറഞ്ഞു പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ലാമ്പാണ് ഏതാ? കാർബൺ ഫിലമെന്റ് ലാമ്പ്. ആണല്ലോ. ആ കാർബണിന് ഒരു കുഴപ്പമുണ്ട്. 2000 ഡിഗ്രി സെൽഷ്യസിന് അപ്പുറം പോവുകയാണ് അതെന്ത് ചെയ്യും? പൊടിഞ്ഞു പോകും. ആണോ? ഇതിനകത്ത് ധാരാളം ചൂടുണ്ടാകും. നമ്മൾ പ്രധാനമായിട്ട് കാർബൺ ലാമ്പ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാ? ലൈറ്റിങ്ങിന് വേണ്ടിയാ ഉപയോഗിക്കുന്നതാ. പക്ഷെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എന്താ ഉണ്ടാവുന്നത്? ഹീറ്റ് ആണ് ഉണ്ടാവുന്നത്. ആ ഹീറ്റ് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കറണ്ട് കൊടുക്കുന്നത് നഷ്ടമായിട്ട് പോവില്ലയോ? അപ്പൊ അങ്ങനെ കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ആണോ? അങ്ങനെയുള്ള പോരായ്മ മാറ്റിയാണ് നമ്മൾ ഇന്ന് കാണുന്ന ലാമ്പൊക്കെ വന്നത്. അതാ ഡ്യൂ ടു ലോ ഇന്റൻസിറ്റി ഓഫ് ബ്രൈറ്റ്നസ്. ലോ ഇന്റൻസിറ്റി എന്ന് വെച്ചാൽ എന്താ? കാർബൺ ഫിലമെന്റ് ലാമ്പിന്റെ ബ്രൈറ്റ്നസ്, തിളക്കം, പ്രകാശം പുറപ്പെടുവിക്കാനുള്ള കഴിവ് എങ്ങനെയാ? കുറവാണ്. ആൻഡ് ഇറ്റ് കാനോട്ട് ബി യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ സിസ്റ്റം. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കാർബൺ ലാമ്പ് ഉപയോഗിക്കുന്നത് ചുരുക്കമാ. കാരണം എന്താ? നമ്മളത് വാങ്ങിച്ചു വെച്ചു, കറണ്ട് കൊടുത്തു, നല്ലോണം കറണ്ട് എടുക്കും. അത് കാർബൺ ആയതുകൊണ്ട് നല്ലോണം ചൂടാവും. കാർബണിന്റെ റെസിസ്റ്റൻസ് എങ്ങനെയാ? കൂടുതലാ. കാർബണിന്റെ റെസിസ്റ്റൻസ് കൂടുമ്പോൾ നല്ലോണം ചൂടാകും. ചൂടിന്റെ കൂടെ തന്നെ പ്രകാശവും ഉണ്ട്. പക്ഷെ പ്രകാശത്തിന്റെ അളവ് എന്താ? കുറവ്. പ്രകാശത്തിന് വേണ്ടിയല്ലേ മോനെ നമ്മൾ ബൾബ് ഉപയോഗിക്കുന്നത്. പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ എന്താ ഉണ്ടാവുന്നത്? ഹീറ്റ് അല്ലയോ? നമുക്കത് സാമ്പത്തികമായിട്ട് നഷ്ടമല്ലയോ? ശരി. അടുത്ത പറഞ്ഞേ, ദിസ് വർക്ക് ഫോർ ബാറ്ററി ചാർജ്. വളരെ ഇമ്പോർട്ടന്റ്. അടുത്ത ചോദ്യം. ഞാൻ പറഞ്ഞു കാർബൺ ലാമ്പ് ഇല്ലൂമിനേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാ. പക്ഷെ അതിന്റെ പ്രകാശത്തിന്റെ അളവ് എന്താ? കുറവാ. അതുകൊണ്ട് നമ്മൾ ഇലക്ട്രിക്കൽ സിസ്റ്റം വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എവിടെ ഉപയോഗിക്കുന്നത് വെച്ചാൽ ദിസ് ബാറ്ററി ചാർജിങ് ഇൻ ദ ഫോം ഓഫ് ലോഡ്. ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസ്ഥയിൽ ലോഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ കൂടെ യൂസ് ഹീറ്റ് റേഡിയേറ്റിംഗ് ഡിവൈസ്. ഞാൻ പറഞ്ഞു കാർബൺ ഫിലമെന്റ് ലാമ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ലൈറ്റ് ഉണ്ടാക്കുന്നു. അതിന്റെ കൂടെ തന്നെ ധാരാളം ചൂടും ഉണ്ടാക്കുന്നില്ലേ? ഹീറ്റ്. അപ്പൊ നമ്മൾ എന്താ? ഹീറ്റ് റേഡിയേറ്റിംഗ് ഡിവൈസ്, ചൂട് പുറന്തള്ളുന്ന ഉപാധിയായിട്ട് നമ്മൾ ഉപകാരപ്പെടുത്തുന്നുണ്ട്. ഓക്കെ ആണോ? ലാസ്റ്റ്
The output of this lamp is around വളരെ ഇമ്പോർട്ടന്റ് 3.5 to 3.6 lumen per watt. ചോദിക്കും അടുത്ത ചോദ്യം ഓപ്ഷനിൽ കാണും ഒരു കാർബൺ ഫിലമെന്റ് ലാമ്പിന്റെ ഔട്ട്പുട്ട് എത്രയാണെന്ന് ചോദിച്ചാൽ 3.5 to 3.6 ലൂമൻ പെർ വാട്ട് ആണ്. ലൈഫ് ഈസ് ബിറ്റ്വീൻ 600 to 800 അവർ. അതിന്റെ വർക്കിംഗ് ഒരു കാർബൺ ആർക്ക് ലാമ്പ് വാങ്ങിച്ചാൽ മാക്സിമം അവർ പറഞ്ഞ റേഞ്ച് എത്ര 600 മുതൽ 800 ഹവേഴ്സ് വരെയാണ്. ഓക്കെ നമ്മളെ അടുത്ത യൂസ് ഡ്യൂ ടു ലോ ഇന്റൻസിറ്റി, അതിൽ നമ്മളിപ്പം പറഞ്ഞതാ. ശരി, അടുത്തത് മെറ്റാലിക്ക. അപ്പൊ പറഞ്ഞ കാര്യം ഒന്നും കൂടെ പറഞ്ഞ് നമ്മൾ പഠിച്ചു പോകണം. ഇനി വീട്ടിൽ പോയി പഠിക്കേണ്ട അവസ്ഥ വരല്ലേ, ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ പറയാൻ പോവുകയാണ്. നോക്കിയേ, ഇൻകാൻഡസൽ ലാമ്പ് എന്താ? ഇൻകാൻഡസൽ ലാമ്പ് എന്ന് വെച്ചാൽ ആദ്യം മനസ്സിലാക്കണം. മഹേഷ് സാർ പറഞ്ഞു ഇൻകാൻഡസൽ ലാമ്പ് എന്ന് വെച്ചാൽ ചൂട് പുറപ്പെടുവിക്കുക അല്ലെ കറണ്ട് കൊടുക്കുന്നതിന്റെ ഫലമായി ഹീറ്റ് ആവും. ഹീറ്റ് ആയിട്ട് ലൈറ്റിനെ പുറന്തള്ളിക്കുന്ന വസ്തുവാണ് ഏതാ? ഇൻകാൻഡസൽ ലാമ്പ്. അതിന്റെ മറ്റൊരു പേരെന്താ? ഫിലമെന്റ് ലാമ്പ്. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ. അങ്ങനെ ഇൻകാൻഡസൽ ലാമ്പിന് എത്ര എഴുതിരിക്കാം? 2. ഒന്ന് ഏതാ? കാർബൺ ഫിലമെന്റ് ലാമ്പ്. മറ്റേത് ഏതാ? മെറ്റാലിക് ഫിലമെന്റ് ലാമ്പ് ആണല്ലോ. ആ കാർബൺ ഫിലമെന്റ് ലാമ്പാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. കാർബൺ ഫിലമെന്റ് ലാമ്പിന്റെ പ്രത്യേകത എന്താ? അതിനകത്ത് ഉപയോഗിക്കുന്ന ഫിലമെന്റ് ഏതാ? കാർബൺ. അടുത്ത ചോദ്യം, കാർബണിന്റെ പ്രത്യേകത ഏതാ? ഹൈ റെസിസ്റ്റന്റ്. അടുത്ത ചോദ്യം, കാർബണിന്റെ ഹൈ റെസിസ്റ്റൻസ് ആകുമ്പോൾ ടെമ്പറേച്ചർ എങ്ങനെ കൂടുതൽ. അങ്ങനെ അത് കറണ്ട് കൊടുക്കുമ്പോൾ ഹീറ്റ് ആയി ധാരാളം എന്തുണ്ടാവും? ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതിനകത്ത് എന്തായിരിക്കും? വാക്വം. ഇതിനകത്ത് എയറിന്റെ വെളിയിൽ എന്ത് ചെയ്യും? മനെ അന്ന് കാർബൺ ഫിലമെന്റ് put in a vacuum in a glass tube. A glass tube and metal wire is used to support the filament. അതിനുശേഷം അടുത്തതാ ആ ഫിലമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. ഒന്ന് ഏതാ? സ്റ്റെം ആൻഡ് പിന്നെ ഏതാ? മെറ്റൽ വയർ. പറഞ്ഞേ, സ്റ്റെം ആൻഡ് പിന്നെ ഏതാ? മെറ്റൽ വയർ. ഓക്കെ ആണോ? ശരി, സപ്പോർട്ട് ദ ഫിലമെന്റ്. ഓക്കെ ആണോ? അടുത്ത, ഇൻ ദിസ് ലാമ്പ് ഇലക്ട്രിക് കറന്റ് ഈസ് പാസ്ഡ് ത്രൂ ദ കാർബൺ filament when it get heated due to high resistance. കാർബണിന്റെ ഹൈ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് അത് ചുട്ടുപഴുത്ത് ഏറെ നേരം നിൽക്കാനുള്ള കഴിവുണ്ട്, പ്രകാശം പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ട് ആണോ? ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞ കാര്യം. ഇത് മാക്സിമം എത്ര ഡിഗ്രി പറ്റത്തുള്ളൂ? 2000 ഡിഗ്രി സെൽഷ്യസേ പറ്റൂ. 2000 ഡിഗ്രി സെൽഷ്യസിന്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞിട്ട് ഇത് എന്ത് ചെയ്യും? പൊടിയാനായിട്ട് തുടങ്ങും. അത് മൊത്തത്തിൽ നശിക്കും ആണോ? The temperature of the lamp is used because of temperature higher than is carbon start vaporize. Vaporize എന്ന് വെച്ച് കേട്ട് പേടിക്കൊന്നും വേണ്ട. അത് പൊടിയാൻ തുടങ്ങുന്നു. ആ പൊടിഞ്ഞ് അത് എന്ത് ചെയ്യും? ആ കണ്ണാടി കൂടിനകത്ത് ഇങ്ങനെ പറ്റി കറുത്ത് ഇത് പൊടിയായിട്ട് ഇങ്ങനെ വന്നിരിക്കും. അതിനെ ബ്ലാക്ക് സ്പോട്ട് എന്ന് പറയും. നമ്മളിപ്പം പറയും ബ്ലാക്ക് സ്പോട്ട് ആണല്ലോ. ശരി, അടുത്തേ ബ്ലാക്ക് സ്പോട്ട് ഇൻ ദ ലാമ്പ്. അത് എന്തുണ്ടാക്കുന്നു? ബ്ലാക്ക് സ്പോട്ട് ഉണ്ടാക്കുന്നു. The stop oxidation of the lamp. The bulb is made vacuum. ആണോ? സ്റ്റോപ്പ് ഓക്സിഡൈസേഷൻ. അതിനകത്ത് ഈ ഓക്സിഡൈസേഷൻ എന്ന് വെച്ചാൽ ഇത് ദ്രവിച്ചില്ലാതാവുന്നത് അല്ല മറ്റേ പൊടിഞ്ഞില്ലാതാവുന്നത് തടയാൻ വേണ്ടിയാണ് നമ്മൾ അത് എന്താക്കുന്നത്? വാക്യൂം. അതൊരു ചോദ്യമാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞു. ഓക്കെ ആണോ? ശരി, ഇതും കൂടെ പഠിച്ചു വെക്കണം. ഒരു കാർബൺ ഫിലമെന്റ് ലാമ്പിന്റെ ഔട്ട്പുട്ട് എത്ര? 3.5 to 3.6 ലൂമൻ പെർ വാട്ട്. ശരി, അടുത്ത ലൈഫ് എത്രന്ന് വെച്ചാൽ 600 മുതൽ 800. അപ്പൊ അവിടെ തന്നെ ഒരു 10-12 ക്വസ്റ്റ്യൻ ആയി. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ പിന്നെ ചെയ്യും. കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. ശരി, അടുത്താണ് പറയുന്നത് മെറ്റാലിക് ഫിലമെന്റ് ലാമ്പ്. ഏതാ പറയാൻ പോകുന്നേ? മെറ്റാലിക് ഫിലമെന്റ് ലാമ്പ്. ശ്രദ്ധിച്ചിരിക്കണേ, ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോ ഞാൻ ആദ്യം പറഞ്ഞു കാർബൺ ലാമ്പിനകത്ത് ഫിലമെന്റ് ഏതാ? കാർബൺ. കാലം മാറി. കാർബൺ നല്ലതാണെന്നോ ചീത്തയാണെന്നോ ചോദിച്ചാൽ ചീത്തയാണ്. കാരണം 2000 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ദ്രവിക്കാൻ തുടങ്ങും, പൊടിയാൻ തുടങ്ങും, വേപ്പറൈസ് ചെയ്യും ആണോ? വേപ്പറൈസ്, ആ വാക്കോർത്ത് വെച്ചോ ആണോ മോനെ? അത് നമുക്ക് നല്ലതാണോ? അല്ല, ധാരാളം ചൂട് മുഖേന ഊർജ്ജ നഷ്ടമുണ്ട് ആണ്ടോ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ദാണ്ടേ നേരത്തെ മഹേഷ് സാറ് പറഞ്ഞു ഇവിടെ എന്താ നമ്മൾ ഉപയോഗിച്ചേ? കാർബൺ അല്ലായിരുന്നു ഉപയോഗിച്ചേ. ഈ കാർബണിനെ മാറ്റി നമ്മൾ പുതിയൊരു സാധനം അവിടെ കൊണ്ടുവച്ചു. അതിനെ പറയും ടങ്സ്റ്റൻ ഫിലമെന്റ് എന്ന് പറയും. എന്താ? ടങ്സ്റ്റൻ. ഫിലമെന്റ് ലാമ്പി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാ? ടങ്സ്റ്റൻ ആണല്ലോ. അതാ മെറ്റാലിക്. ഇവിടെ ഉപയോഗിച്ച മെറ്റൽ ഏതാ? കാർബണെ മാറ്റി. ബാക്കിയല്ല സെയിം. കാർബണിനെ മാറ്റി നമ്മൾ എന്താക്കി? മെറ്റൽ. പറ, മെറ്റൽ. ശരി, ദീസ് ലാംപ്സ് ആർ 2 kind. ആ മെറ്റൽ ലാമ്പ് 2 തരം ഉണ്ട് ആണോ? മെറ്റൽ ലാമ്പ് എത്ര തരം ഉണ്ട്? 2. ഒന്ന് വാക്വം ലാമ്പ്, അടുത്ത ഏതാ? ഗ്യാസ് ഫിൽഡ് ലാമ്പ്. അങ്ങനെ ഒന്നുമില്ല, ഞാൻ പറഞ്ഞ നേരത്തെ കാർബൺ ലാമ്പ് അറിയാലോ, അത് തന്നെ. ആ കാർബൺ അങ്ങ് മാറ്റി, അവിടെ എന്താക്കി? ഒരു ടങ്സ്റ്റൻ എന്ന് പറഞ്ഞ ഫിലമെന്റ് ആക്കി. ഓക്കെ ആണോ? ഇതിനകത്തും ടങ്സ്റ്റൻ ഫിലമെന്റാ, ഇതിനകത്തും ടങ്സ്റ്റൻ ഫിലമെന്റാ. പക്ഷെ ഒരു വ്യത്യാസം, ഇതേതാ? വാക്വം. നേരത്തെ പറഞ്ഞതിന്റെ കൂട്ടാനെ. പക്ഷെ ഇതിനകത്ത് എന്താ? ഏതെങ്കിലും ഒരു ഗ്യാസിനെ ഞാൻ എന്ത് ചെയ്യും? കൊണ്ട് നിറയ്ക്കും. മോനെ, ഞാൻ പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ നോക്കി, ഇത് കമ്പയർ ചെയ്ത് പഠിക്കാം, എളുപ്പം മനസ്സിലാവും. ഇതേതാ? കാർബൺ ലാമ്പ്. ഇതിനകത്ത് ഏതാ ഉപയോഗിക്കുന്നത്? കാർബൺ ആയിരുന്നു. ഇതേതാ? ഇവാക്യുവേറ്റഡ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല? വാക്വം പറഞ്ഞില്ലായിരുന്നോ? ശരി, അതിനുശേഷം നമ്മൾ ഇവിടുത്തെ കാര്യം പറഞ്ഞു. ഈ കാർബൺ, ഇത് കാർബൺ ആണെന്നാ പറഞ്ഞു. ഇതേതാ? കാർബൺ ആണോ? ഈ കാർബണെ മാറ്റി നമ്മൾ ഇതെന്താക്കി? ടങ്സ്റ്റൻ. ഓക്കെ ആണോ? എന്താക്കി മാറ്റി? ടങ്സ്റ്റൻ. ഓക്കെ ആണോ? ശരി, അപ്പൊ ഒന്നുകൂടെ പറഞ്ഞുതരാം, നോക്കണം. മെറ്റാലിക് ഫിലമെന്റ് ലാമ്പിനകത്ത് എന്താ നമ്മൾ കാർബൺ മാറ്റി ഉപയോഗിക്കുന്ന? ടങ്സ്റ്റൻ ആണ്. ആ മെറ്റാലിക് ഫിലമെന്റ് ലാമ്പ് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. ഒന്ന് ഏതാ? വാക്വം.
വാക്വം എന്ന് വെച്ചാൽ അതിനകത്ത് ഒന്നും ഇല്ലെന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞേ. ശരി, അടുത്ത ഏതാ? ഗ്യാസ് ഫിൽഡ്. ഇതിനകത്ത് ഗ്യാസും കൂടെ നിറയ്ക്കും. ഏതാന്ന് വെച്ചാൽ ആർഗൺ, അത് പിന്നെ പറയാം. ഒരു ഗ്യാസും കൂടെ നിറയ്ക്കുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ഗ്യാസ് ഫിൽഡ് ലാമ്പ്. ഇനി പറഞ്ഞ് ശ്രദ്ധിക്കണം, വാക്വം, നോ കണ്ടൻഷൻ ഓർ നോ കൺവെൻഷൻ ലോസ്. ഇതിനകത്ത് ഇതേതാ? വാക്വം ടൈപ്പ് അല്ലേ മോനെ? ഇതിനകത്ത് കണ്ടൻഷനും ഇല്ല, കൺവെൻഷനും ഇല്ല. കാരണം ഇത് ചുട്ടുപഴുക്കുമ്പോ ഇതിനകത്ത് ഞാൻ പറഞ്ഞു വാക്വം എന്നല്ലേ ഞാൻ പറഞ്ഞേ, ആണോ? അതിനകത്ത് വേറെ ഒന്നും ഇല്ല. അപ്പൊ ധാരാളം ലോസ് ഉണ്ടോ? ഇല്ല. പക്ഷെ ഇതിനകത്ത് നമ്മൾ ഗ്യാസും ഇല്ലേ? നോക്കണം, ശ്രദ്ധിക്കണം. ഇതിനകത്ത് ടങ്സ്റ്റൺ ഉണ്ട്, ധാരാളം ഗ്യാസ് ഉണ്ട്. ഇത് ചൂടാവുന്നതിന്റെ കൂടെ തന്നെ ഈ ഗ്യാസും ചൂടാവത്തില്ലയോ? ഞാൻ പറഞ്ഞു മനസ്സിലായോ? അതാ റെഡ്യൂസ്ഡ് ബ്ലാക്ക്, അത് പറയാം. ഇൻക്രീസ്ഡ് കണ്ടക്ഷൻ ആൻഡ് കൺവെൻഷൻ. ഇവിടെ കണ്ടക്ഷനും കൺവെൻഷനും എന്ത് ചെയ്യുമെന്നാ പറഞ്ഞ? കൺവെൻഷനും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. കാരണം ഇതിനകത്ത് എന്തുണ്ട്? ഗ്യാസ് ഉണ്ട്, അത് ചൂടായി വെളിയിൽ പോകും, ആണോ? പക്ഷെ ഇവിടെ ഗ്യാസ് ഇല്ല. അപ്പൊ അവിടെ എന്താ? നോ കണ്ടക്ഷൻ നോ കൺവെൻഷൻ. പ്രധാന വ്യത്യാസം ആണല്ലോ മോനെ. ഞാൻ പറഞ്ഞു ഇതിനകത്ത് എന്തില്ലെന്ന് പറഞ്ഞ? വാക്യൂമാ, ആണോ? വാക്യൂം അല്ലയോ? വാക്യൂം ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പഠിച്ചു 2000 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ചൂടായാൽ ഇത് എന്ത് ചെയ്യാൻ തുടങ്ങും? മറ്റേത് സെയിം തന്നെ പൊടിയാൻ തുടങ്ങും, ആണല്ലോ. ആ പൊടിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ പൊടിപടലങ്ങൾ ഇവിടെ ഇങ്ങനെ വന്ന് ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ലയോ? അതിനെ പറയുന്ന പേരാണ് മോർ റാപ്പിഡ് ഇവാപ്രേഷൻ. കാരണം ഇത് വാക്യൂമാ, ആണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് ചൂടാവത്തില്ലയോ? അമിതമായി ചൂടായ ഇത് എന്ത് ചെയ്യും? പൊടിയുമ്പോ അതിനെ പറയുന്ന പേരെന്താ? ഇവാപ്രേഷൻ. നമ്മൾ നേരത്തെ പഠിച്ചില്ലയോ മോനെ? ഇവിടെ ആണെങ്കിൽ റെഡ്യൂസ് ബ്ലാക്കനിങ് എന്ന് വെച്ചാൽ എന്താ? ഇത് ചൂടായി പൊടിഞ്ഞ് ആ മറ്റേ കണ്ണാടി, ആ ഗ്ലാസിനകത്ത് പറ്റിപ്പിടിക്കുന്ന എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റുമെന്നാ പറഞ്ഞേ. കാരണം എന്താ? ഇതിനകത്ത് നമ്മൾ ആരെയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഗ്യാസ്. അപ്പൊ ഇത് ചൂടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഗ്യാസും ചൂടാവത്തില്ലയോ? അതിനെ വിത്ത് സ്റ്റാൻഡ് ചെയ്യുന്ന ഒരാൾ സഹായമില്ലയോ? ആണോ? ശരി, അതെല്ലാം ഡീറ്റെയിൽ എടുത്ത് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. ഒന്നുകൂടെ, മെറ്റാലിക് ഫിലമെന്റ് ആകുമ്പോൾ എത്ര തരമുണ്ട്? 2. ഒന്ന് ഏതാ? വാക്യൂം ടൈപ്പ്. മറ്റേതേതാ? ഗ്യാസ് ഫിൽഡ്. ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താ? ഇതേതാ? വാക്യൂം. ഇതിനകത്ത് ആരെയും കൂടെ ചെയ്യും? ഗ്യാസും കൂടെ ഫിൽ ചെയ്യും. ഗ്യാസ് ഇതിൽ ഉണ്ടോണ്ട് അവിടെ ഏതൊക്കെ ലോസ് ഉണ്ട്? ഏതാ? കണ്ടക്ഷൻ ആൻഡ് കൺവെൻഷൻ ലോസ്. ആ ഗ്യാസ് ചൂടായി വെളിയിൽ പോകത്തില്ലയോ? വെളിയിൽ പോകുന്നല്ല, ഗ്യാസ് ചൂടാവത്തില്ലയോ? ഇവിടെ എന്താ? കണ്ടക്ഷൻ കൺവെൻഷൻ നടക്കൂ? ഇല്ല. ഇതേതാ? വാക്യൂം ആണല്ലോ. പക്ഷെ ഇവിടെ വാക്യൂം ആയതുകൊണ്ട് ഇത് എന്ത് ചെയ്യും? ഇവാപ്രേഷൻ നടന്ന് അത് പൊടിയാൻ തുടങ്ങും. പക്ഷെ ഇവിടെ വാക്യൂം അല്ല, അവിടെ ഗ്യാസ് ഉള്ളത് കൊണ്ട് ഇവാപ്രേഷൻ നടക്കൂ? ഇല്ല. ഇനി സെറ്റ് ആയിട്ട് മനസ്സിലാവും, നിങ്ങൾ നോക്കിയോ. തുടങ്ങാൻ പോന്നേ. ആദ്യം നമ്മൾ പറയുന്നത് വാക്യൂം ടൈപ്പ്. ഏതാ? വാക്യൂം ആണല്ലോ. ശരി, തുടങ്ങാൻ പോവുകയാണ്. ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ഇൻ ദിസ് വൺ ടങ്സ്റ്റൺ ഫിലമെന്റ് ഈസ് പുട്ട് ഇൻസൈഡ് ദ വാക്യൂം ഗ്ലാസ്. ഞാൻ പറഞ്ഞു അതിനകത്ത് ഉപയോഗിക്കുന്ന ഫിലമെന്റ് ഏതാ? ടങ്സ്റ്റൺ. അങ്ങനെ അടുത്ത ചോദ്യം, ടങ്സ്റ്റൺ ഉപയോഗിക്കും കാരണം എന്താ? ഹൈ റെസിസ്റ്റൻസ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, എബിലിറ്റി ടു മെയിൻറ്റെയിൻ, അല്ലെങ്കിൽ അത് ചുട്ടുപഴുത്ത പ്രകാശത്തെ പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ട്, ആണോ? ഹൈ റെസിസ്റ്റൻസ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ചുട്ടുപഴുത്ത പ്രകാശത്തെ പുറപ്പെടുവിക്കാൻ കഴിവുണ്ട്. ആൻഡ് എ ഗ്ലാസ് സ്റ്റെം ആൻഡ് സപ്പോർട്ട് വയർ. ഇതെന്താണെന്നറിയാം? ഒരു ഗ്ലാസ് സ്റ്റെമ്മും ഉണ്ട്, സപ്പോർട്ട് വയറും ഉണ്ട്. ഒരു ഗ്ലാസ് സ്റ്റെമ്മും സപ്പോർട്ട് വയറും ഉപയോഗിച്ച് നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞേ? ഒരു ടങ്സ്റ്റൺ ഫിലമെന്റ്. ആരെ സപ്പോർട്ട് ചെയ്യും? ടങ്സ്റ്റൺ ഫിലമെന്റ്. ഓക്കെ ആണോ? ശരി, അടുത്തത്. there is a hole in the stem which is sealed by heat after putting the inside the bulb. അയച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഒരു ബൾബ് എടുത്തു, ആ ബൾബ് എടുക്കുവാണെങ്കിൽ പടം ഉൾപ്പെടെ കാണിച്ചു തരാം. തന്നെ ഞാൻ ഇവിടെ ഒരു ബൾബ് എടുത്തു, ആണല്ലോ. ഇതിനകത്തുള്ള എയറിനെ വെളിയിൽ കളയണമെന്നല്ലേ നമ്മൾ ആദ്യം പഠിച്ചേ? ഈ ബൾബ് നിർമ്മിച്ച് ഇവിടെ ചെറിയ ഈ സ്റ്റെമ്മിന്റെ അവിടെ ആയിട്ട് സ്റ്റെം റോഡ് ഉണ്ടല്ലോ. ഈ സ്റ്റെം റോഡ് കണ്ടോ? ഈ സ്റ്റെം റോഡ് ഇവിടെ ചെറിയൊരു ഹോൾ ഉണ്ട്, ആണല്ലോ. ഈ ഹോള് വഴി ഈ വേദനത്തൊന്തിൽ എയർ ഉണ്ടെങ്കിൽ അതിനെ പിടിച്ച് വെളിയിൽ കളയാൻ പറ്റുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? ശരി, നോക്കി, ഇനി പറയുമ്പോൾ മനസ്സിലാവും. നോക്കുക, there is a hole in the stem. ആ ബൾബിന്റെ സ്റ്റെമ്മിനകത്ത് ചെറിയൊരു ഹോള് കാണും, ആണോ? which is sealed heat after putting the inside the bulb. അതിനകത്തുള്ള എയറിനെയൊക്കെ വെളിയിൽ കളയാൻ പറ്റും, എന്നിട്ട് അത് സീൽ ചെയ്യും. അപ്പൊ അതിനകത്ത് ഏതാ? എന്തെങ്കിലും കാണുമോ? ഇല്ല. The contact of the filament is joined the bulb by cap filled insulation contact point. അടുത്ത പോയിന്റ്, in this when the electric current is passed through the tungsten filament. മറ്റടുത്ത് ഏതാ? കറണ്ട് പാസ് ചെയ്തത് കാർബൺ ഫിലമെന്റ്. ഇതിനകത്ത് ഏതാന്ന് പറഞ്ഞേ? കറണ്ട് ഈസ് പാസ് ചെയ്തത് ഫിലമെന്റ് ആണോ? ഏത് ഫിലമെന്റ്? ടങ്സ്റ്റൺ. വേറെ മാറ്റമൊന്നുമില്ല. അതിന്റെ ബാംസ് അപ്പ്, അത് ചൂടാവുന്നു. ഹൈ റെസിസ്റ്റൻസ്, ചൂടാവാൻ കാരണം എന്താ? ഹൈ റെസിസ്റ്റൻസ് ആണ്, ചുട്ടുപഴുത്ത് നിൽക്കും. ആൻഡ് ഇത് സ്റ്റാർട്ട് ജനറേറ്റ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. അതിന്റെ കൂടെ ഹീറ്റും പിന്നെന്തുണ്ടാവും? ലൈറ്റ്. നമുക്കറിയാം, പണ്ട് നമ്മൾ കൊടുക്കുന്ന 10 രൂപ അല്ലെ 12 രൂപ കൊടുത്ത് അന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്ന ബൾബിന് തൊടാൻ പോലും പറ്റത്തില്ല, ഭയങ്കര ചൂടല്ലയോ. അടുത്ത പോയിന്റ്, ഇൻ കമ്പാരിസൺ ടു എ കാർബൺ ഫിലമെന്റ് ലാമ്പ്. കാർബൺ ഫിലമെന്റ് ലാമ്പുമായിട്ട് ഇത് താരതമ്യം ചെയ്യുമ്പോൾ ഒന്നാമത്തെ താരതമ്യം എന്താ? അതിനകത്ത് ഉപയോഗിച്ച് ഏതാ? കാർബണ. ഇതിനകത്ത് ഏതാ? ടങ്സ്റ്റനാ, ആണല്ലോ.
കാർബൺ ഫിലം എല്ലാം ദീസ് ഹാസ് മോർ ബ്രൈറ്റർ ഔട്ട്പുട്ട്. ഒന്നാമത്തെ പോയിന്റ് മഹേഷ് സാർ ആദ്യം പറഞ്ഞ ഏതാ? കാർബൺ ഫിലമെന്റ് ലാമ്പ. പിന്നെ പറഞ്ഞ ഏതാ? ടങ്സ്റ്റൻ ഉപയോഗിക്കുന്ന ലാമ്പ പറഞ്ഞത് ആണോ? കാർബണിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാ? പ്രകാശം എങ്ങനെയാ? കുറവാ. പക്ഷെ ഇവിടുത്തെ പ്രകാശം എന്താ? കൂടുതലാ. മറ്റേതിനകത്ത് ഹീറ്റ് എങ്ങനെയാ? കൂടുതലാ. ഇതിനകത്ത് ഹീറ്റ് കൂടുതലാ, പക്ഷെ മറ്റേതിന് അത്ര ഉണ്ടോ? ഇല്ല. ശരി, കമ്പാരിസൺ ടു കാർബൺ ഫിലം എല്ലാം ഇറ്റ് ഹാസ് മോർ ആൻഡ് ബ്രൈറ്റർ ഔട്ട്. ഇതിന്റെ പ്രകാശം എങ്ങനെ? ബ്രൈറ്റർ അല്ലെ കൂടുതലാണ്. വൈൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദി ടങ്സ്റ്റൻ 3400 ഡിഗ്രി സെൽഷ്യസ്. ശ്രദ്ധിച്ചിരിക്കണേ, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ടങ്സ്റ്റൻ ഒത്തിരി ചോദിച്ചിട്ടുണ്ട്. ടങ്സ്റ്റന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാന്ന് വെച്ചാൽ നിങ്ങൾ അപ്പോഴേ പറയണം എത്ര ഡിഗ്രിയാന്ന് പറഞ്ഞേ. 3400 ആണ്. പക്ഷേ ദ വർക്കിംഗ് ടെമ്പറേച്ചർ ഓഫ് ലാമ്പ് ഈസ് 2000. വർക്കിംഗ് ടെമ്പറേച്ചർ വാക്വം ടൈപ്പ് മെറ്റാലിക് ഫിലമെന്റ് ലാമ്പ് എത്ര ഡിഗ്രിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2000 ആണോ? പക്ഷെ അതിനകത്ത് ഉപയോഗിക്കുന്ന ടങ്സ്റ്റന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്ര? 3400 വരെ പറ്റും. പക്ഷേ എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും, ടെമ്പറേച്ചർ ഹയർ ദാൻ ഈസ് ടങ്സ്റ്റൻ സ്റ്റാർട്ട് വേപ്പറൈസ്. അത് എന്ത് ചെയ്യും? വേപ്പറൈസ് ചെയ്യാൻ തുടങ്ങും. അതിനകത്ത് നമ്മൾ ഗ്യാസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ മോനെ. ഗ്യാസ് ആഡ് ചെയ്യാത്തതുകൊണ്ട് 2000-ലധികം ടെമ്പറേച്ചറായി ഇത് എന്ത് ചെയ്യും? പൊടിയാൻ തുടങ്ങും ആണല്ലോ. ശരി, അടുത്ത പറഞ്ഞേക്കുന്നത് ദ റിസൾട്ട് ഇൻ ദ ഇന്റേണൽ പാർട്ട് ഓഫ് ദ ലാമ്പ് ഗെറ്റ് ഫോഗി. ഫോഗി എന്ന് വെച്ചാൽ വാക്ക് കൊടുത്തു. ഞാൻ നേരെ ബ്ലാക്ക് സ്പോട്ട് എന്ന് പറഞ്ഞില്ലായിരുന്നോ? അമിതമായ ചൂട് കാരണം ആ ടങ്സ്റ്റൻ കരിഞ്ഞ് അതിന്റെ പൊടിപടലങ്ങൾ അവിടെ എന്ത് ചെയ്യും? ഒട്ടിപ്പിടിച്ചിരിക്കുന്നതിനെ പറയുന്ന പേര് ബ്ലാക്ക് സ്പോട്ട്. അതിന് മറ്റൊരു പേരാണ് ലാമ്പ് ഗെറ്റിംഗ് ഫോഗി. ഇറ്റ് ഈസ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. ആ ടങ്സ്റ്റൻ ഫിലമിന്റെ റെസിസ്റ്റൻസ് അത് ഓർത്തിച്ചു 60 മൈക്രോ ഓംസ് പെർ സെന്റിമീറ്റർ. ദ ബൾബ് ഈസ് മെയ്ഡ് വാക്വം ടു സ്റ്റോപ്പ് ഓക്സിഡേഷൻ ഓഫ് ദ ടങ്സ്റ്റൻ ഫിലമെന്റ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും മഹേഷ് സാറേ, നമ്മൾ പറഞ്ഞ ലാമ്പ് എന്തിനാ വാക്വം അല്ലേ ചോദിച്ചേ? മേഡ് ടു വാക്വം. എന്തിനു വേണ്ട വാക്വം ടൈപ്പ് ആണെന്ന് ചോദിച്ചാൽ ടു സ്റ്റോപ്പ് ഓക്സിഡൈസേഷൻ. ഓക്സിഡേഷൻ നശിച്ചു പോകുന്നത് ഇല്ലാതാക്കാൻ വേണ്ടി യൂസർ. ദിസ് ആർ യൂസ്ഡ് ഫോർ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് ആൻഡ് ഡെക്കറേറ്റീവ് വർക്ക് വേർ ഇറ്റ് ഈസ് കാൾഡ് പിഗ്മി ലാമ്പ്, കാൻഡിൽ ലാമ്പ്, നൈറ്റ് ലാമ്പ്. അപ്പൊ ഇത് എവിടേക്ക് ഉപയോഗിക്കുന്നത് വെച്ചാൽ നൈറ്റ് ലാമ്പ് ആയിട്ട് ഉപയോഗിക്കുന്നു, കാൻഡിൽ ലാമ്പ് ഉപയോഗിക്കുന്നു, പിഗ്മി ലാമ്പ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ എന്നോ? ദ ഔട്ട്പുട്ട് ഓഫ് ദിസ് ലാമ്പ് അറൌണ്ട് 8 to 10 ലൂമൻ. മറ്റേടത്ത് എത്ര? 3 to 6 ലൂമൻ നമ്മൾ പറഞ്ഞേ. പക്ഷെ ഇവിടെ ഫിലമെന്റ് ലാമ്പ് എടുക്കുവാണെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫിലമെന്റ് ലാമ്പ് എടുക്കുവാണെങ്കിൽ എത്ര? 8 to 10 ലൂമൻ. മറ്റേനകത്ത് 600 മുതൽ 800 മണിക്കൂറാ. ഇവിടെ ആകുമ്പോൾ എത്ര? 750 to 850. ഓക്കെ ആണോ? ശരി, ദീസ് ലാംപ്സ് ആർ ജനറലി മെയ്ഡ് 25 വോൾട്ട് 250 വാട്ട്. ഓക്കെ ആണോ? ശരി, ഇനി അടുത്താണ് പറഞ്ഞത് ഗ്യാസ് ഫിൽഡ് മെറ്റാലിക് ഫിലമെന്റ് ലാമ്പ്. ഒന്നുമില്ല, ഈ ഫിലമെന്റ് ലാമ്പ് തന്നെ. ഫിലമെന്റ് ലാമ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞ ഏതാ? ടങ്സ്റ്റൻ ഉണ്ട്. അത് ഏതാ? വാക്യൂം ആയിരുന്നു. പക്ഷെ ഇതിനകത്ത് എന്താ? ഒരു ഗ്യാസും കൂടെ നിറയ്ക്കും ആണല്ലോ. എന്ത് തടയാൻ വേണ്ടിയാ? ഇവാപറേഷൻ. അതാ ഡിസൈൻ ഓഫ് ദിസ് ലാമ്പ് ഈസ് സിമിലർ ടു വാക്വം ടൈപ്പ് മെറ്റാലിക് ലാമ്പ്. വാക്വം ടൈപ്പ് ലാമ്പ് തന്നെ ആണല്ലോ. പക്ഷെ ഇതിനകത്ത് എന്തുണ്ട്? ഗ്യാസും കൂടെ ആഡ് ചെയ്യും. ആൻഡ് മെയിൻ പോയിന്റ് ഓഫ് ഡിഫറൻസ് ഈസ് ദാറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ക്രിയേറ്റിംഗ് വാക്വം ഇൻ ദ ബൾബ് ഫിൽഡ് വിത്ത് സം ഇനേറ്റ് ഗ്യാസ്. പരീക്ഷയുടെ ചോദ്യം വന്നേ, ഒന്നെങ്കിൽ ആർഗൺ ആയിരിക്കാം അല്ലെങ്കിൽ നൈട്രജൻ ആയിരിക്കാം. എ മിക്സ്ചർ ഓഫ് ദീസ് ടു. അടുത്ത് ചോദിക്കും, ഒരു ഫിലമെന്റ് ലാമ്പിനെ അപേക്ഷിച്ച് ഒരു ഗ്യാസ് ഫിൽഡ് മെറ്റാലിക് ഫിലമെന്റ് ലാമ്പിന്റെ പ്രത്യേകത അതിനകത്ത് ഗ്യാസ് ആഡ് ചെയ്യുന്നത് ഏത് ഗ്യാസാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഒന്നെങ്കിൽ ആർഗൺ അല്ലെങ്കിൽ അത് ഏതാ? നൈട്രജൻ. അല്ലെങ്കിൽ ആർഗണിന്റെ നൈട്രജന്റെ മിക്സ് ആയിരിക്കും ചെയ്തേക്കുന്നത്. എന്തിനു വേണ്ടിയാ? അവോയ്ഡ് ഇവാപറേഷൻ. മറ്റേതിനകത്ത് നമ്മൾ പറഞ്ഞു ഇവാപറേഷൻ ഉണ്ട് ആണോ? അപ്പൊ ഇതിനകത്ത് ഇവാപറേഷൻ ഉണ്ടോ? ഇല്ല. Thus it is called gas filled lamp. അപ്പൊ ഈ മെറ്റാലിക് ഫിലമെന്റ് ഗ്യാസ് ഫിൽഡ് മെറ്റാലിക് ഫിലമെന്റ് മറ്റൊരു പേരിലാണ് ഗ്യാസ് ഫിൽഡ് ലാമ്പ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ ആണോ? The other point of difference is that length of filament in the lamp is much longer. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, അങ്ങ് പറയുകയാണ്. മോനെ, ഈ ഫിലമെന്റ് നേരെ ഞാൻ ഇങ്ങനെ വെച്ചല്ലോ. ആ ഫിലമെന്റിൽ ഇങ്ങനെ ചുറ്റിയാ വെച്ചേക്കുന്നത് ആണോ? ആ ഫിലമെന്റിനെ ചുറ്റിയാ വെച്ചേ എന്ന് വെച്ചാൽ ദാണ്ട നേരെ വെച്ചിരുന്നെയും ഈ ചുറ്റി വെക്കുമ്പോ അതിന്റെ ലെങ്ത് കൂട്ടാൻ പറ്റും ആണല്ലോ. ആ ഫിലമെന്റ് ലെങ്ത് കൂട്ടാം ചുറ്റി വെച്ച്. അപ്പൊ എഫിഷ്യൻസി കൂട്ടത്തില്ലയോ? അപ്പൊ അതുകൊണ്ടാണ് അതിനെ മറ്റൊരു പേരിൽ അറിയപ്പെടും കോയിൽഡ് ഫിലമെന്റ് ലാമ്പ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ ആണോ? കോയിൽഡ് ഫിലമെന്റ് ലാമ്പ് എന്നും അറിയപ്പെടുന്നു. ദ കൺസ്ട്രക്ഷൻ ഓഫ് ദി ഫിലമെന്റ് ഈസ് ഡൺ ബൈ ടങ്സ്റ്റൻ എലമെന്റ്. അത് ഏതാ വെച്ചിരിക്കുന്നത്? ടങ്സ്റ്റൻ. ഏതാ? ടങ്സ്റ്റൻ. ഓക്കെ ആണോ? ഇൻ ദിസ് ലാമ്പ് ഇനേറ്റ് ഗ്യാസ് ഫിൽഡ്. ശ്രദ്ധിച്ചിരുന്നേ, ഇൻ ദിസ് ലാമ്പ് ഡിസ്ചാർജ് ലാമ്പിനകത്ത് ഏതാ? ഇതിന്റെ കാരണം ഗ്യാസ് ഫിൽഡ് മെറ്റാലിക് ഫിലമെന്റ് ലാമ്പിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഇനേറ്റ് ഗ്യാസ് ഞാൻ പറഞ്ഞു ഏതാ? ആർഗണും നൈട്രജനും അല്ലെങ്കിൽ ആർഗണിന്റെ നൈട്രജന്റെ മിക്സ്ഡ് അപ്പ്. ഫിൽഡ് ആൻഡ് ദസ് വർക്കിംഗ് ടെമ്പറേച്ചർ ഓഫ് ദ ലാമ്പ് ബിക്കം ഹയർ ദാൻ ദ വാക്വം ടൈപ്പ്. അപ്പൊ നിങ്ങൾ ചോദിക്കും സാറേ എന്തിനാ ഈ ലാമ്പിനകത്ത് നമ്മൾ ആർഗണും നൈട്രജനും മിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആർഗണും നൈട്രജനും മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ടെമ്പറേച്ചർ കൂടിയാലും കുഴപ്പമില്ല, നശിക്കത്തില്ല.
ആൻഡ് 2500 മുതൽ 2700 വരെ. മറ്റേനകത്ത് എത്ര ഡിഗ്രിയാ? 2000 ആയിരുന്നു. പക്ഷെ ഇവിടെ 2500 മുതൽ 2700 വരെ പറ്റുമെന്നാ പറഞ്ഞേ. The intensity of light obtained as output from the lamp increase with the rise in temperature. ഇതിന്റെ പ്രത്യേകത ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അതിന്റെ എഫിഷ്യൻസി എന്ത് ചെയ്യും? കൂടും. അടുത്ത പറഞ്ഞേ, these lamps are assembly used kind of lighting arrangement. These bulbs are called as general lighting bulb. ജനറൽ ലൈറ്റ്നിങ് സർവീസ് ബൾബ്. ഇതിന്റെ മറ്റൊരു പേരെന്താ? ജനറൽ ലൈറ്റ്നിങ് സർവീസ് ബൾബ്. എന്തുകൊണ്ട് അങ്ങനെ പറയും? കാരണം ഇത് എല്ലായിടത്തും നമുക്ക് ഉപയോഗിക്കാം. ആണോ? ശരി, ലാസ്റ്റ് പോയിന്റ് പറഞ്ഞേ. ദ ലൈഫ് ഓഫ് സച്ച് ലാമ്പ് എത്ര? 1000 to 1200 വർക്കിംഗ് അവർ. മറ്റടുത്ത് എത്ര? 750 to 800. ആ സമയം ഇത് എത്ര? 1000 to 1200. ഓക്കെയാണോ? ദ പ്രൊഡക്റ്റ് ഓഫ് ലൈറ്റ് ഔട്ട്പുട്ട് ആണോ 10 to 20 ലൂമൻ. മറ്റടുത്ത് എത്ര? 8 to സംതിങ് ആയിരുന്നു. പക്ഷെ ഇവിടെ എത്ര? 10 to 20 ആക്കി. ആണോ? ഗുണം ചെയ്തോ ദോഷം ചെയ്തോ? ഗുണം ചെയ്തു. ലാസ്റ്റ് ദ വോൾട്ടേജ് ഈസ് കെപ്റ്റ് എത്ര? 250 വോൾട്ട്. ഓക്കെയാണോ? അപ്പൊ ഇതോടുകൂടി ഇലുമിനേഷന്റെ ക്ലാസ് ഇപ്പം തീരാൻ പോവുകയാണ്. ബാക്കി പോർഷൻ അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു.